ഹമാസിനെ പിന്തുണക്കുന്നവരാണ് ഇസ്രായേലിനെ എതിർക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഫ്രാൻസ്, ബ്രിട്ടന്, കാനഡ ഈ 3 രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന നടപടി വേണം എന്ന് അഭിപ്രായപ്പെട്ടതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയാണ് ചെയ്തത്. നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയും ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠിക്കാതെയുമാണ് ഫ്രാൻസും കാനഡയും ബ്രിട്ടനും ഒക്കെ തങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കൂട്ടുകാരാണ് ഹമാസിൻ്റെ ബ്രിട്ടൻ, അതേപോലെ തന്നെ ഫ്രാൻസും കാനഡയും ഒക്കെ അങ്ങനെ തന്നെയാണ് നിലപാടെടുക്കുന്നത്. സൗഹൃദ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗസയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയല്ല, പകരം ഹമാസിന് വേണ്ടി സംസാരിക്കുകയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് എന്നും അവിടേക്കുള്ള മാനുഷികപരമായിരിക്കുന്ന സഹായങ്ങൾ പോലും തടയുന്ന പ്രവൃത്തി ഉണ്ടായാൽ അതിനെ ആയുധം കൊണ്ട് അല്ലെങ്കിൽ സൈനിക ബലത്തോടു കൂടിയാണ് അവിടെ വസ്തുക്കൾ എത്തിക്കേണ്ടതെങ്കിൽ അതിനും തയ്യാറാക്കണമെന്ന് ബ്രിട്ടനാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഫ്രാൻസും കാനഡയും അതിൽ പിന്തുണച്ചു. കാനഡ പറഞ്ഞു, നയതന്ത്ര ബന്ധം പോലും വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏകദേശം 22-ലധികം രാഷ്ട്രങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്രായേലിനെ അനുകൂലിക്കുകയും അവരെ സഹായിക്കുകയും സാമ്പത്തിക, സൈനിക, ആയുധ സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ കെട്ടിപ്പടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച രാജ്യങ്ങളാണ് ഈ പറയപ്പെട്ട ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥയും സ്ഥിതികളും ആ അവസ്ഥയിലേക്ക് ആ ദേശത്തെ എത്തിച്ച ഇസ്രായേലിൻ്റെ നടപടി ലോകമാകമാനം പ്രതിഷേധിക്കുന്ന സമയത്ത് നമ്മൾക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മളത് പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യത്തെ ശബ്ദമുണ്ടാക്കിയതും 2ാം ലോക യുദ്ധത്തിന് ശേഷം ഈ തുർക്കി തകർന്നതോടുകൂടി തുർക്കിയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയാണ് ബ്രിട്ടൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, തുർക്കിയുടെ ഭാഗമായിട്ടാണ് നിലവിലെ ഫലസ്തീൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. അതിൽ നിന്നാണ് ഒരു ഭാഗം സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് ചരിത്രം. ബാക്കിയെല്ലാം പിന്നെ അവർ പിടിച്ചെടുത്താണ്. 1967 വന്നതോടുകൂടി അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് 4 രാഷ്ട്രങ്ങളിൽ നിന്ന് മർമ്മപ്രധാനമായിരിക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. അതിൽ ജോർദാൻ്റെയും ലെബനാൻ്റെയും ഈജിപ്തിൻ്റെയും ഭാഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സിറിയയുടെ അടക്കം ഭാഗങ്ങളാണ് പിടിച്ചെടുത്തത്. ഗോലാൻ കുന്നിൻ്റെ പ്രദേശങ്ങളൊക്കെ ആ സമയത്ത് പിടിച്ചെടുക്കപ്പെട്ടതാണ്. ആ ചരിത്രങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലേ എന്ന് ബ്രിട്ടൻ തിരിച്ച് ഇസ്രായേലിനോട് ചോദിച്ചു. നിങ്ങളുടെ പ്രദേശം സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് എത്രത്തോളം ദൂരം ഉണ്ടായിരുന്നു, ചുറ്റളവ് എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇന്ന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ വലിപ്പം എത്ര ഉണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കയ്യേറ്റം ചെയ്തും ആക്രമിച്ചും പാലസ്തീനികളെ വെടിവെച്ച് കൊന്നും അവരെ നാട് കടത്തിയും നിങ്ങൾ പിടിച്ചെടുത്തതാണ്. അതൊന്നും നിങ്ങളും മറന്നു പോകരുത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ബ്രിട്ടൻ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഭക്ഷണവും വെള്ളവും വസ്ത്രവും അടങ്ങുന്ന മരുന്നും അടങ്ങുന്ന സംവിധാനങ്ങൾ നൽകാൻ വേണ്ടി ഈ അറബ് രാജ്യങ്ങൾ അതുപോലെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം തയ്യാറായി. അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള വാഹനങ്ങളുടെ നീണ്ട നിര, അതായത് 900 വാഹനങ്ങളെങ്കിലും ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് 1ാം ഘട്ടത്തിൽ കഴിഞ്ഞ് പിന്നീട് 2ാം ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് അത് 3000-ലധികമായി മാറിയെന്ന് ഈ UN സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൻ്റണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ ഏകദേശം 10,000-ഓളം വാഹനങ്ങളെങ്കിലും റഫ അതിർത്തിയോട് ചേർന്നുകൊണ്ട് ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ഈ പ്രതിരോധമുണ്ടാക്കിക്കൊണ്ട് ഒരു വാഹനത്തെയും കടത്തിവിടാത്ത സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നു. ഇതിനെതിരെയാണ് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഒക്കെ പ്രതിഷേധിച്ചത്. അതിന് നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളല്ല, നിങ്ങളുടെ പ്രദേശവുമല്ല, രണ്ടും പുറത്തുള്ളതാണ്. അത് നിങ്ങൾ എന്തിന് തടയുന്നു? ഭക്ഷ്യവസ്തുക്കൾ നൽകുന്ന മറ്റുള്ള രാജ്യങ്ങളാണ്. അത് പ്രവേശിക്കുന്ന കവാടം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെയും ഗസയുടെയും അല്ലെങ്കിൽ ഫലസ്തീൻ്റെയും അതിർത്തിയാണ്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, നൽകുന്നവരെ നിങ്ങൾ മുടക്കുകയും ചെയ്യുന്നു. ഇത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കില്ല. മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഈ ഗസയുടെ ഭാഗത്തേക്ക് കുറഞ്ഞൊരു വാഹനത്തെ വലിയ എതിർപ്പുള്ള കാരണത്താൽ ഇസ്രായേൽ കടത്തിവിട്ടിട്ടുണ്ട്. എന്നാൽ കടത്തിവിട്ട് ഗസയിൽ എത്തിയിരിക്കുന്ന പല വാഹനങ്ങളിലെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ അനുവദിക്കുന്നില്ല. അവർ പറയുന്ന കാര്യം ഹമാസ് വിതരണം ചെയ്യാൻ പാടില്ല. UN സഭയിൽപ്പെട്ട പ്രതിനിധികൾ, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികൾ അവരും വിതരണം ചെയ്യാൻ പാടില്ല. പകരം അത് ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ആരിലേക്കാണ് എത്തുക എന്നുള്ളതും എങ്ങനെ ആർക്കൊക്കെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു കണക്കും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുക എന്ന് പറഞ്ഞാൽ, ഉദ്ദേശിക്കാൻ ആ ഗസ എന്ന് പറഞ്ഞ പ്രദേശത്ത് എല്ലാവരും പട്ടിണിയാണ്, എല്ലാവരും ആവശ്യക്കാരാണ്. ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ അവിടെ ഒന്നുമില്ല. മരുന്നും ഭക്ഷണവും വെള്ളവും ആവശ്യമില്ലാത്തവരായിട്ട് ഇന്ന് നിലവിൽ ഗസയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യരും ഇല്ല എന്നുള്ളത് കൃത്യമാണ്. പിന്നെ UN സഭ അവരാണ് ഇത് വിതരണം ചെയ്യേണ്ടത്. മറ്റുള്ള രാജ്യങ്ങളാണ് ഇത് സഹായം ചെയ്യുന്നത്. അതിൽ ഇസ്രായേലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതുപോലും അവർ തടഞ്ഞു വെക്കുന്നു എന്നതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നില്ല എന്നതിനപ്പുറം ആ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ തടഞ്ഞു വെക്കുന്ന ഒരു പ്രവൃത്തി ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ലോകരാജ്യങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും സംസാരിക്കുകയും വേണം, സംസാരിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് ആന്റണിയോ ഗുട്ടറസ് പറയുന്നത്. ഇപ്പോൾ ആശ്വാസകരമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിനു മുൻപൊന്നും നമ്മൾ കേൾക്കാത്തതാണ്, നമ്മൾ കാണാത്തതാണ്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്രായേലിന് സർവ്വകാലത്തും പിന്തുണ നൽകിയിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗസയ്ക്ക് വലിയ രീതിയിൽ ആശ്വാസമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയ്ക്ക് ഭക്ഷണം വേണം, അവർക്ക് വെള്ളം വേണം, മരുന്ന് വേണം, അവർക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം. ഇതിനൊക്കെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഇസ്രായേൽ അനുമതി നൽകുന്നില്ലെങ്കിൽ അവിടെ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ വേണം എന്ന് ബ്രിട്ടൻ പറയുമ്പോൾ അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് ലോകം മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ കാര്യം ലോകത്തെ മുഴുവൻ അടുക്കി ഭരിച്ച ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഇസ്രായേലിനെതിരെ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ മൊത്തം സംസാരമായിട്ട് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒന്നുകൂടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും, ഏത് തരത്തിൽ പ്രതിഷേധിച്ചാലും അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കിയാലും ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇസ്രായേലിന് വന്നുപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.